ആകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒരിക്കലെങ്കിലും പ്രതിസന്ധികളിൽ പതറാത്തവരായി ആരും ഉണ്ടാകില്ല. ചെറുതായാലും വലുതായാലും പ്രതികൂലങ്ങൾ എല്ലാവരെയും പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. അവ നമ്മെ വല്ലാതെ ഭയപ്പെടുത്താറുമുണ്ട്. ഭാവിയെക്കുറിച്ചുള്ള ഭീതി നമ്മിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. നാം ദൈവമക്കളാണ്, വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നൊക്കെ ആവേശത്തോടെ പറയാറുണ്ടെങ്കിലും ചില കഠിന ശോധനയുടെ നേരങ്ങളിൽ നാം അതൊക്കെ മറന്നു പോകാറുണ്ട്. ചില ദിവസങ്ങൾക്ക് മുൻപ് അത്തരം ഒരു അനുഭവം എനിക്കുമുണ്ടായി. എന്നെ പിടിച്ചു കുലുക്കിയ, ഞെട്ടിച്ച, ഭയപ്പെടുത്തിയ, ഞാൻ തീരെ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവം. അത് താങ്ങുവാൻ എനിക്ക് കഴിഞ്ഞില്ല. മാനസിക വേദനയും ഇനി എന്താകും എന്ന ഭയവും എന്നെ പിടിച്ചുലച്ചു. വിഷയമാകട്ടെ ആരോടും പങ്കുവയ്ക്കുവാൻ മനസ്സനുവദിക്കാത്തതും. 3 രാത്രികൾ തുടർച്ചയായി സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിഞ്ഞില്ല എന്ന് വേണമെങ്കിൽ പറയാം. 2-ാം ദിവസം പകൽ ഉപവാസത്തോടു കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും വചനം വായിക്കുകയും ചെയ്തപ്പോൾ അല്പം ആശ്വാസം തോന്നി. എന്നാൽ 4-ാം ദിവസം വൈകിട്ട് മനസ്സിനെ അലട്ടുന്ന രീതിയിൽ വീണ്ടും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നെയും പിരിമുറുക്കം കൂടി. രാത്രി സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. വല്ലാത്ത വിമിഷ്ടവും ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെയുള്ള അനുഭവവും. വളരെ വൈകിയാണ് ഉറങ്ങിയത്. അടുത്ത പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥനയ്ക്ക് ശേഷം വചനം വായിച്ചു, ധ്യാനിച്ചു. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥനയോടെ 3-ാം ദിവസം ആയിരുന്നു അത്. ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച ചരിത്രമാണ് ഞാൻ ധ്യാനിച്ചത്. ആ പെൺകുട്ടി രോഗിണിയായി മരണത്തോടടുത്ത് കിടക്കുന്നതറിഞ്ഞ് യേശു ആ വീട്ടിലേക്കുള്ള പ്രയാണത്തിലായിരുന്നു. നല്ല തിരക്കുണ്ട്, ആളുകൾ തിക്കിത്തിരക്കുന്നുണ്ട്. അതിനിടെ രക്തസ്രാവക്കാരിയായിരുന്ന സ്ത്രീ യേശുവിനെ തൊട്ട് സൗഖ്യം പ്രാപിച്ചു. അവളെ കണ്ടുപിടിച്ച് സംസാരിച്ച് അനുഗ്രഹിച്ച് പറഞ്ഞയച്ചപ്പോഴേക്ക് അല്പം സമയം എടുത്തു. ഇതിനിടെ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നു. കുട്ടി മരിച്ചു പോയതുകൊണ്ട് യേശുവിനെ ഇനി വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന സന്ദേശമായിരുന്നു അയാളുടെ പക്കലുണ്ടായിരുന്നത്. പ്രിയപ്പെട്ട മകളെക്കുറിച്ചുള്ള ഹൃദയവേദനയോടും അവൾ മരിച്ചു പോകുമോ എന്ന ഭയത്തോടും കൂടെ ഇത്രയും നേരം പിടിച്ചു നിന്ന ആ മനുഷ്യന് അല്പം പ്രതീക്ഷ ഇതുവരെ ഉണ്ടായിരുന്നു. യേശു ഒന്ന് വീട് വരെ വന്നാൽ മകൾ സൗഖ്യം ആകുമെന്ന പ്രതീക്ഷ. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. ആ മനുഷ്യൻ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു കാണും. യേശു സൗഖ്യമാക്കും എന്ന അറിവ് എല്ലാവരെയും പോലെ യായിറോസിനും ഉണ്ടായിരുന്നു. ഇതിനു മുൻപ് യേശു നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചിരുന്നു. എങ്കിലും യായിറോസിനും കൂട്ടർക്കും ഒരുപക്ഷെ അതേക്കുറിച്ച് അറിവ് ഇല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണം കുട്ടി മരിച്ച കാര്യം പറയാൻ വന്നയാൾ യേശുവിനെ പ്രയാസപ്പെടുത്തേണ്ട എന്ന് പറഞ്ഞത്. യായിറോസിൻ്റെ മട്ടും ഭാവവും കണ്ട യേശുവിന് അയാളുടെ മാനസികാവസ്ഥ മനസ്സിലായി. മട്ടും ഭാവവും കാണാതെ തന്നെ മാനസികാവസ്ഥ മനസ്സിലാക്കുവാൻ കഴിവുള്ളവനാണല്ലോ നമ്മുടെ യേശു കർത്താവ്. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ പറഞ്ഞത്? മരിച്ചു എന്ന് കേട്ട വാർത്ത സത്യമല്ലേ? ബോധരഹിതയായ കുഞ്ഞ് മരിച്ചുപോയി എന്ന് കരുതി അവർ പറഞ്ഞതാണോ? അല്ല, വാസ്തവത്തിൽ ആ കുഞ്ഞ് മരിച്ചിരുന്നു. യേശു അവളോട് എഴുന്നേൽക്കുവാൻ പറഞ്ഞപ്പോൾ അവളുടെ ആത്മാവ് മടങ്ങി വന്നു എന്നാണ് 55-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവളുടെ ആത്മാവ് അവളെ വിട്ടുപോയിരുന്നു. അവൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ഇനി പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷേ യേശുവിന് ഒന്നേ പറയുവാനുള്ളൂ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വേദഭാഗം ധ്യാനിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഞാൻ അനുഭവിച്ചു. ശക്തമായ ഒരു ദൈവിക ഇടപെടൽ എൻ്റെ ഹൃദയത്തിലുണ്ടായി. 4 ദിവസങ്ങളായി ഞാൻ അനുഭവിച്ചു വന്ന മാനസിക സമ്മർദ്ദങ്ങളും ഭയവും ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അനുഭവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു. മരിച്ചു പോകുമോ എന്ന ഭയം മാത്രമാണ് ആദ്യം യായിറോസിന് ഉണ്ടായിരുന്നത്. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് യേശു അപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ അയാൾക്ക് അല്പം ആശ്വാസം തോന്നിയേനെ. പക്ഷേ ഇപ്പോൾ മകൾ മരിച്ചു എന്ന ക്രൂരമായ യാഥാർത്ഥ്യത്തെയാണ് അയാൾ നേരിടുന്നത്. എന്തു പറഞ്ഞാണ് അയാളെ ആശ്വസിപ്പിക്കുക? എങ്കിലും യേശുവിൻ്റെ വാക്കുകൾ അയാൾക്ക്
ആശ്വാസം പകർന്നു എന്ന് ആണ് എൻ്റെ വിശ്വാസം. അതെ, ആശ്വാസവും സമാധാനവുമാണ് 5-ാം ദിവസം രാവിലെ ഞാൻ അനുഭവിച്ചത്. പ്രതിസന്ധികളെ നേരിടുന്ന ആരെങ്കിലും എൻ്റെ അനുവാചകരായിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്നവരായിട്ടുണ്ടെങ്കിൽ, ശ്രോതാക്കളായിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഇന്ന് നേരിടുന്ന പ്രശ്നം വെറും സംശയമോ ഭയമോ അല്ല, മറിച്ച് യാഥാർത്ഥ്യമായിരിക്കാം. ഒരു വിടുതൽ സാധ്യമല്ല എന്നത് സത്യം തന്നെയാകാം. പക്ഷെ നിങ്ങൾക്കിനിയും പ്രതീക്ഷയുണ്ട്. യേശുവിൻ്റെ വാക്ക് കേൾക്കുക. നിങ്ങളുടെ മരണത്തിൻ്റെ അവസ്ഥയിൽ അടുത്ത നിമിഷം ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടും. അതെ, ഒരു പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഈ ഭൂമിയിലും നമുക്കൊരു പുതിയ അനുഭവം തരുവാനായിട്ട് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. നാളുകളായി വിട്ടുമാറാത്ത രോഗം മാരകമായ അവസ്ഥയിലെത്തിയിട്ടുണ്ടാകാം. ഇനിയൊരു സൗഖ്യത്തിന് പ്രതീക്ഷയൊന്നുമില്ല. വൈദ്യന്മാർ നിങ്ങളെ എഴുതി തള്ളിക്കാണും. ഇനിയൊരു സൗഖ്യം സാധ്യമല്ല. ഒന്നുകിൽ ഈ രോഗത്തോടൊത്ത് ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഇത് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭയമല്ലായിരിക്കാം, യാഥാർത്ഥ്യമായിരിക്കാം. യാഥാർത്ഥ്യത്തെ ആർക്കും തിരുത്തുവാൻ കഴിയില്ല, നിഷേധിക്കുവാൻ കഴിയില്ല. പക്ഷേ നസറായനായ യേശു ഒന്നിടപെട്ടാൽ അവിടെയും പ്രതീക്ഷയുണ്ട് കേട്ടോ. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇതും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ക്ഷയരോഗിയായി ജനിച്ച ഞാൻ ബാല്യാവസ്ഥയിൽ തന്നെ രോഗത്തിന് കീഴടങ്ങുമെന്ന് ശാസ്ത്രം പറഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് അന്ന് പറഞ്ഞിരുന്നു, ഞാൻ അറിഞ്ഞില്ലെങ്കിലും, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന്. ആ ശബ്ദം അന്ന് ഞാൻ കേട്ടില്ല. അത് വിശ്വസിക്കുവാനുള്ള പ്രായം എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. യേശുവിനെ ശരിക്ക് അറിഞ്ഞിരുന്നതുമില്ല. എങ്കിലും യേശു എനിക്കായിട്ട് അന്ന് അത് പറഞ്ഞിരുന്നു. അവിടുത്തെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി ഞാൻ അനുഭവിച്ചു. എന്നിലേക്കത് പകരപ്പെട്ടു. അന്ന് അനുഭവിച്ച ഉയർപ്പിൻ്റെ ശക്തിയാണ് ഈ സമയത്ത്, ഈ 45-ാം വയസ്സിൽ ഇന്ന് ഈ ഓഡിയോ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം എന്നെ ബലപ്പെടുത്തുന്നത്. തലമുറയെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളും നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. ദൈവഭയം ഇല്ലാത്തവരായി അവർ നിങ്ങളിൽ നിന്നും ദൈവത്തിൽ നിന്നും അകന്നു പോയി കാണും. നമ്മുടെ ബുദ്ധിയും കഴിവും കൊണ്ട് അവരെ തിരുത്തുവാനും മടക്കി വരുത്തുവാനും കഴിയാത്തത്ര ദൂരത്തിൽ അവർ ചെന്നെത്തിയിട്ടുണ്ടാകാം. അത്ര ദൂരത്തേക്കായിരിക്കാം പിശാച് അവരെ വലിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. ഒരുപക്ഷെ ഇത് നിങ്ങളുടെ സംശയമായിരിക്കില്ല, നിങ്ങളുടെ ഭയമായിരിക്കില്ല, സത്യവുമായിരിക്കാം. ഇനി യേശുവിനെ പ്രയാസപ്പെടുത്തേണ്ട, പ്രാർത്ഥിച്ചിട്ട് ഇനി വലിയ കാര്യം ഇല്ല എന്ന് സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മോട് പറഞ്ഞേക്കാം. പക്ഷേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ വചനം എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്തപ്പോൾ എൻ്റെ ഭയം മാറി, സമാധാനം ലഭിച്ചെങ്കിലും പ്രശ്നത്തിൻ്റെ പരിഹാരം അപ്പോഴും ആയിട്ടില്ല. പക്ഷേ പിന്നീട് എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടേണ്ട എന്ന് എൻ്റെ യേശു പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? പുനരുത്ഥാനത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ, യായിറോസിൻ്റെ മകൾക്കും ലാസറിനും വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നാം തിരിച്ചറിയുക. നമ്മുടെ ഏത് പ്രശ്നത്തിലും ഇടപെടുന്ന യേശു കൂടെയുള്ളതുകൊണ്ട് നാം വിശ്വസിക്കുക മാത്രം ചെയ്യും. അവൻ്റെ മഹത്വം നാം കാണും. ഏത് തരത്തിലുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരായാലും, നിങ്ങൾ എത്രയൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായാലും ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് അരുളി ചെയ്ത സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ സർവാധികാരവും പ്രാപിച്ച നസറായൻ നിങ്ങളുടെ ജീവിതത്തിലെ മരിച്ച അവസ്ഥകളിൽ ഉയർപ്പിൻ്റെ ശക്തി പകരും. ആത്മീയ വിഷയങ്ങളിൽ, കുടുംബത്തിൽ, സാമ്പത്തിക മേഖലകളിൽ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർപ്പ് സംഭവിക്കും. പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമുക്ക് വേണ്ടി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി